ഹരേ കൃഷ്ണ, രാധേ രാധേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 7-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ പറയുന്നു, ചതുർവിധ ഭജന്തേ മാം ജന സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. അല്ലയോ അർജുന, എന്നെ 4 തരത്തിൽ ആളുകൾ ഭജിക്കുന്നുണ്ട്. ആർത്തന്മാര്, ജിജ്ഞാസുക്കള്, അർത്ഥത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ, പിന്നെ ജ്ഞാനികൾ. ഇങ്ങനെ 4 തരത്തിൽ. 4 പേരും സുഹൃതികളുമാണ്. ശാസ്ത്രാനുസൃതം ധർമ്മത്തെ അനുവർത്തിച്ചുകൊണ്ട് കർമ്മത്തെ ചെയ്യുന്ന ആളുകളാണ് സുഹൃതികൾ. കർമ്മം ശാസ്ത്രാനുസൃതമല്ലാണ്ട് ധർമ്മത്തിന് വിരുദ്ധമായിട്ട് കർമ്മത്തെ ആചരിച്ചു കഴിഞ്ഞാൽ അത് ദുഷ്കൃതവും. കർമ്മത്തിന്റെ ഫലമാണല്ലോ സുഖവും ദുഃഖവും. കർമ്മത്തിന്റെ ഫലമല്ല ആനന്ദം. ഭഗവാന്റെ ശ്രീചരണ കമലങ്ങളിൽ പരിപൂർണമായ ശരണാഗതിയോട് കൂടിയിട്ട് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ധർമാനുസൃതം കർമ്മം ചെയ്യണം എന്ന് ആചാര്യന്മാര് നമ്മോട് നിഷ്കർഷിക്കുന്നു. തത്ഫലമായി സുഹൃതം ലഭിക്കും. ആ സുഹൃതത്തെ കൊണ്ട് ഭഗവത് ഭജനത്തിനുള്ള ഒരു താല്പര്യം, അതിനുള്ള ഒരു രുചി നമ്മിൽ സംജാതമാകും. കാരണം ധർമ്മം എന്താ? ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ശ്രീ ഗുരുവായൂരപ്പൻ അരുളി ചെയ്തിട്ടുള്ളതാണ് ധർമ്മം. അപ്പൊ ധർമ്മത്തെ അനുവർത്തിക്കുന്നവർക്ക് ഭഗവാന്റെ വാക്കുകളെ അനുസരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ഭഗവത് ഭജനത്തില് ക്രമേണ രുചി സംഭവിക്കുള്ളൂ. ആർത്തന്മാരൊരു കൂട്ടര് അവര് ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് എത്തും. എന്താ? അവരുടെ ആർത്തി ഇല്ലാണ്ടാകണം, ദുഃഖം ഇല്ലാണ്ടാകണം. എന്തേ വഴിയുള്ളൂ? ആനന്ദം അനുഭവിക്കണം. അതിന് ആരുടെ എത്തണം? ആനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ സമീപത്തേക്ക് എത്തണം. ആർത്തന്മാർ അതിനു വേണ്ടിയിട്ടാണ് വരുന്നത്. സാധാരണഗതിയിൽ ആൾക്കാർ എന്ത് ചെയ്യും? ദുഃഖം സംഭവിച്ചു കഴിയുമ്പോൾ ദുഃഖം ഇല്ലാണ്ടാകാനുള്ള വഴി വലിയ നടവഴികളിലൂടെ ഇടവഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ച് ദുഃഖം ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും ഒരു കൂട്ടര്. പക്ഷെ സുഹൃതികൾക്ക് അവരെ ആ ദുഃഖം ആരുടെ സമീപത്തേക്ക് എത്തിക്കും? ഭഗവാന്റെ സമീപത്തേക്ക് എത്തിക്കും. അപ്പൊ ആർത്തന്മാർ അതുകൊണ്ട് അവര് ഭഗവാനെ ഭജിക്കാൻ തുടങ്ങും. ഇതിനു വേണ്ടിയിട്ട് അവർ ഭജിക്കുന്നത് ദുഃഖം ഇല്ലാണ്ടാവൻ ആർത്തന്മാര്. 2-ാമത്തെ കൂട്ടർ ഭഗവാൻ പറഞ്ഞു ജിജ്ഞാസുക്കള്. എന്താ ജിജ്ഞാസ? ഭഗവാൻ ആരാണ്, എന്താണ് എന്ന് അറിയണം എന്നുള്ള കൗതുകത്തോട് കൂടിയിട്ടുള്ള ആൾക്കാർ, ജിജ്ഞാസുക്കളായിട്ടുള്ള ആൾക്കാർ. ഗുരുവായൂരപ്പൻ എങ്ങനെയുണ്ട്? എല്ലാവരും ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ എന്ന് പറയണ്ടല്ലോ. ഈ ഗുരുവായൂരപ്പൻ എങ്ങനെയുള്ള ആളാണ്, എന്താണ്, ഏതാണ് എന്ന് അറിയാനുള്ള കൗതുകത്തോട് കൂടിയിട്ട് ഭഗവാനെ ഭജിക്കുന്ന ഒരു കൂട്ടർ. ദുഃഖം ഇല്ലാണ്ട് ആകുന്നതിനും ഭഗവാനെ ആരാണ് എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ജ്ഞാനത്തോടു കൂടി ഭഗവാനെ ആശ്രയിക്കുന്നതും, ഇതൊക്കെ ആ ഭജനക്രിയയുടെ ആത്യന്തികമായ തലമല്ല. അങ്ങനെ ഒരു ധാരണ ആരും വെച്ച് പുലർത്തണ്ട. അങ്ങനെ ഒരു ധാരണ ഉണ്ട് നമ്മളുടെ ഇടയിൽ. ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നു. പ്രാഥമികമായി നിങ്ങൾ അക്ഷരാഭ്യാസം തുടങ്ങുന്ന ഘട്ടം മുതൽക്ക് അത് കഴിഞ്ഞ് എത്രയോ മുന്നോട്ട് നിങ്ങൾക്ക് പോകണം. അപ്പൊ അത് പൊതുവിൽ എന്ത് പറയുക? എഴുത്തുപള്ളിക്കൂടത്തിൽ പോകുന്നു വിദ്യാഭ്യാസമാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഉയർന്ന ബിരുദങ്ങൾക്കോ ബിരുദാനന്ദ ബിരുദങ്ങൾക്കോ അത് കഴിഞ്ഞ് ഗവേഷണത്തിനോ അങ്ങനെയൊക്കെ പോകുമ്പോഴും വിദ്യാഭ്യാസമാണ് അപ്പോഴും. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഭജനം എന്നുള്ള വാക്കിന് അർത്ഥം ഒന്നാണ് എന്നെങ്കിലും പല തലമുണ്ട്. എത്തിച്ചേരുന്ന തലം വളരെ വ്യത്യസ്തങ്ങളാണ്. അതായത് ശുദ്ധഭക്തിയുടെ തലത്തില് ഭഗവത് പ്രേമം ലഭിച്ചതിന് ശേഷം ചെയ്യുന്ന ഭജനം, അതായത് വൃന്ദാവനത്തില് 6 ഗോസ്വാമിമാരുൾപ്പെടെയുള്ള ആളുകൾ ചെയ്തതായിട്ടുള്ള ഭജനക്രിയ വേറെ, ഈ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ വരെ ചെയ്യുന്നതായിട്ടുള്ള ഭജന, ഈ ഭഗവാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി എന്ന് പറഞ്ഞ 4 വിധത്തിലുള്ള ആളുകൾ വരെ ചെയ്യുന്നതായിട്ടുള്ള ആ ഭജനക്രിയയുടെ തലം വേറെ. ആർത്തന്മാർക്ക് എന്താ ലക്ഷ്യം? എന്തിനാ അവർ ഭഗവാനെ ഭജിക്കുന്നത്? ഭഗവാനോടുള്ള പ്രേമം കൊണ്ടിട്ടല്ല. അവിടെയാണ് വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ആർത്തന്മാര് ഭഗവാനെ ഭജിക്കുന്നത് അവരുടെ ആർത്തി തീരാൻ വേണ്ടിയിട്ടാണ്. ജിജ്ഞാസുക്കള് ഭഗവാനെ ഭജിക്കുന്നത് ഭഗവാൻ ആരാണ് എന്ന് അറിയാനുള്ള കൗതുകം കൊണ്ടിട്ടാണ്. അർത്ഥാർത്ഥികള് ഭഗവാനെ ഭജിക്കുന്നത് ധർമാർത്ഥ കാമ മോക്ഷം ഈ 4 പുരുഷാർത്ഥങ്ങൾക്കും വേണ്ടിയിട്ട് ഭജിക്കുന്ന ആളുകളും
അർത്ഥാർത്ഥി എന്നുള്ള ഗണത്തിൽപ്പെടും. നാലാമത് പറഞ്ഞായിട്ടുള്ള ജ്ഞാനി, ശ്രീ ഗുരുവായൂരപ്പനെ അറിഞ്ഞുകൊണ്ട് ഭജിക്കുന്ന ആൾക്കാർ, ഭഗവാൻ സർവാത്മാവാണ്, സർവേശ്വരനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഭജിക്കുന്ന ആളുകൾ, തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യത്തെ എന്ന് ഭഗവാൻ പറയണ്ട. ഭക്തിയോട് കൂടിയിട്ടുള്ള ജ്ഞാനാണ്. ഈ ഭക്തി പലതരത്തിലുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഒക്കെ ചെയ്യുന്നത് കർമ്മമിശ്ര ഭക്തിയാണ്, ശുദ്ധഭക്തിയല്ലത്. ഇപ്പൊ സ്വർണം നമ്മൾ പറയില്ലേ, ചെമ്പ് ചേർന്നത്, അല്ലെങ്കിൽ പലതരത്തില് അതിനോട് കലർപ്പ് ചേർന്നിട്ട് അതിന്റെ കലർപ്പ് 50% ചെമ്പും 50% സ്വർണം ചേർന്നതും ഉണ്ടാവാം. 100% സ്വർണം മാത്രമുള്ള തനി തങ്കം ഉണ്ടാവാം. അതാണ് ഉത്തമ ഭക്തി, കലർപ്പില്ലാത്തത്. അതിനെയാണ് പറയും എന്ത്, അന്യാഭിലഷിതാശൂന്യം ജ്ഞാനകർമാദ്യനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം. അതിൽ കൃത്യമായിട്ട് പറയണത് എന്താ അത് ഭക്തി? അന്യാഭിലഷിതാശൂന്യം ജ്ഞാന കർമാദ്യനാവൃതം. അത് കർമ്മമിശ്ര ഭക്തിയുമല്ല, ജ്ഞാനമിശ്ര ഭക്തിയുമല്ല, ശുദ്ധ ഭക്തി, കേവലം ഭഗവത് പ്രേമം. അത്തരത്തിലെത്തിയുള്ള ആൾക്കാരാണ് ആര്? വൃന്ദാവനത്തിലുള്ള 6 ഗോസ്വാമിമാരും അതേപോലെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ആൾക്ക് കേവലം ഭഗവത് പ്രേമം, അതിൽ കലർപ്പേ ഇല്ല. ഒരു തരി പോലും ഭഗവത് പ്രേമം അല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത കൂട്ടർ, അതാണ് ശുദ്ധഭക്തിയുടെ ആൾക്കാർ. സാമാന്യനെ നമ്മളൊക്കെ ഇപ്പൊ ഗുരുവായൂരമ്പലത്തിലായാലും ഭയങ്കര തിരക്കാണ്. ഇന്നിപ്പോ ജഗന്നാഥന്റെ രഥയാത്രയാണ്, അവിടെ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പോണത്. ഇതില് ശുദ്ധഭക്തന്മാര് വിരലിലെണ്ണാനേ ഉണ്ടാവും, ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ വരുന്നു. ഇതില് ജ്ഞാനത്തിനും കർമ്മത്തിനും ഒക്കെ അതീതമായി ശുദ്ധ ഭക്തിയോഗത്തിൽ മുഴുകുന്ന ആൾക്കാർ, അതാണ് ശുദ്ധ പ്രേമരസത്തിൽ മുഴുകുന്ന ആൾക്കാർ. അതിൽ കർമ്മയോഗത്തിന്റെ സാന്നിധ്യവും ഇല്ല, ധ്യാനയോഗത്തിന്റെ സാന്നിധ്യവും ഇല്ല, കേവലം ശുദ്ധഭക്തി. അങ്ങനെയുള്ള ആൾക്കാർ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. അവരുടെ ഭജനം എന്ന് പറഞ്ഞ വേറെ തലത്തിലാണ്. അവരുടെ സ്വാധീനത്തിലാണ് ഭഗവാൻ. അത്തരത്തിലുള്ള ആളുകളുടെ നിയന്ത്രണത്തിലാണ് എല്ലാ കാലവും ഗുരുവായൂരപ്പൻ. അഹം ഭക്തപരാധീന എന്ന് പറഞ്ഞത് അത്തരത്തിലൊരു ഭക്തിയിലെത്തിയ ആൾക്കാരുടെ കാര്യം, അവരുടെ പുറകെയാണ്. അവരെന്തു പറയണോ അതനുസരിക്കും, അടിമയെ പോലെ. സാധാരണഗതിയിൽ ഈ ജ്ഞാനസമ്പാദനം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിലായില്ല എങ്കിൽ അവനവനിൽ അഭിമാനം വർദ്ധിക്കലേ ഉണ്ടാവുള്ളൂ. താൻ കേമനാണ് എന്നൊരു ധാരണ അവരവരിൽ ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും വിദ്യക്ക് നിഴലെന്നോണം അവിദ്യ കൂടെ ഉണ്ടാവും. ഈ 4 തരത്തിൽപ്പെടുന്ന ആളുകളിലും പെടുന്നതല്ല ശുദ്ധഭക്തന്മാർ. അവർക്ക് ദുഃഖമില്ല. അവർക്ക് ദുഃഖം ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, എന്താ, ഭഗവാനെ പിരിഞ്ഞിരിക്കുന്നതിനായിട്ടുള്ള ദുഃഖം ഉണ്ടാകാം. ഇപ്പൊ ഗോപികമാർക്ക് ഗോപിഗീതം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അത് വേറെ തലം ആ ദുഃഖം. അപ്പൊ സാമാന്യന് സംസാരത്തെ കൊണ്ട് അവർക്കൊരു പീഡയില്ല. ഉത്തമ ഭക്തന്മാർക്ക് പ്രഹ്ലാദന് എന്ത് ദുഃഖം ഉണ്ടായിരുന്നേ? എന്തെങ്കിലും ദുഃഖം ഉണ്ടായിരുന്നു? എന്തൊക്കെ തരത്തിൽ പ്രഹ്ലാദനെ ദ്രോഹിക്കാൻ ശ്രമിച്ചു ഹിരണ്യകശിപു, ഒരു ദുഃഖം ഉണ്ടായില്ല. ഉത്തമ ഭക്തന്മാരുടെ അവസ്ഥ അങ്ങനെയാണ്. ഉത്തമ ഭക്തി പ്രാപ്തി ലഭിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലായിരിക്കും ആളുകളുടെ വ്യവഹാരങ്ങൾ. അവർക്ക് ആർത്തിയുമില്ല, ഭഗവാൻ ആരാണ് എന്ന് അറിയാൻ ഒരു കൗതുകം അവർക്കില്ല. കാരണം അവർക്കറിയാം അവരുടെ പ്രിയതമനാണ്. അതിനപ്പുറം ഭഗവാൻ ആരാണെന്ന് അവർക്ക് അറിഞ്ഞിട്ടൊരു കാര്യമില്ല. അത്തരത്തിലൊരു ജിജ്ഞാസുക്കളല്ല അവര്. പിന്നെ ഭഗവാനിൽ അവരൊന്നും ആഗ്രഹിക്കുന്നില്ല. തങ്ങളുടെ സർവസ്വം ഭഗവാൻ അങ്ങോട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് അവര് ഒന്നും ഭഗവാനിൽ അർത്ഥിക്കുന്നവരല്ല, അർത്ഥാർത്ഥികളല്ല, പിന്നെ ജ്ഞാനികളുമല്ല. അവര് ഭഗവാനെ എങ്ങനെയാ, സർവേശ്വരനാണെന്നോ സർവാത്മാവെന്നോ അവർക്ക് അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ ഗോപികമാർക്ക് കൃഷ്ണൻ സർവാത്മാവാണോ സർവേശ്വരനാണോ എന്ന് അറിയേണ്ട അതൊരു വിഷയമേ അല്ല അവർക്ക്. അവരുടെ പ്രിയതമനാണ്, അവരുടെ കാന്തനാണ്, അത്രയേ ഉള്ളൂ. തങ്ങളുടെ പ്രേമത്തിന് ഭാജനമായിട്ടുള്ള ആളാണ് ആര്? കൃഷ്ണൻ. അതിനപ്പുറത്തേക്ക് അവർക്ക് അറിയണ്ട. അതല്ലേ പറഞ്ഞത്, നിങ്ങൾ വ്രജത്തിൽ ചെന്നിട്ട് എവിടെയാണ് സർവാത്മാവായിട്ടുള്ള ആള്, സർവ്വലോകനാഥനായിട്ടുള്ള കൃഷ്ണൻ എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ഗോപികമാരുടെ ചോദിച്ചാൽ ഗോപിക ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഒരാളിനെ എന്നേ അവർ പറയുള്ളൂ. ഞങ്ങളുടെ ഹൃദയം കവർന്ന ഒരു കള്ളനെ വേണമെങ്കിൽ ഞങ്ങൾ കാട്ടിത്തരാം. വ്രജപ്രസിദ്ധം നവനീത ചോരം ഗോപാംഗനാനാം ച ദുകൂല ചോരം ശ്രീരാധികായ ഹൃദയസ്യ ചോരം. അങ്ങനെ ഒരു ചോരാഗ്രഗണ്യനായിട്ടുള്ള ഒരാള് ഇവിടെ വ്രജത്തിലുണ്ട്. ആ ആളെ കാട്ടിത്തരാം. അത് മതിയെങ്കിൽ മറ്റേ അങ്ങ് പറഞ്ഞ് അങ്ങയുടെ രീതിയിൽ അന്വേഷിച്ചോളൂ, ഞങ്ങൾക്ക് കാട്ടിത്തരാൻ സാമർഥ്യമില്ല എന്ന് പറഞ്ഞ് അവർ മാറും. പ്രേമികൾക്ക് ഭഗവാൻ അവരുടെ പ്രേമഭാജനാണ്. അവരുടെ പ്രേമരസം പകർന്നു വെക്കാനുള്ള പാത്രമാണ് ഗുരുവായൂരപ്പൻ. ശ്രീ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാണ്ട്, ഭഗവാന്റെ ശ്രീചരണ കമലങ്ങളിൽ ശ്രദ്ധ വരാണ്ട്
നിങ്ങൾ വേദങ്ങളും വേദാന്തങ്ങളും ശാസ്ത്രങ്ങളും അനുവർത്തിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളെ അത് വഴി കുഴപ്പിക്കലേ ഉള്ളൂ. അത് മേൽപ്പത്തിന് പറയും നാരായണീയത്തില്, ദേവദാസോസ്മി തേഹം. ബ്രഹ്മജ്ഞാനികളിൽ അങ്ങേയറ്റം മുൻപനായിട്ടുള്ള ആളാണ് ശ്രീ ഹനുമാൻ. അദ്ദേഹത്തിനൊരു അവസ്ഥയേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ ഹനുമാനോട് ചോദിച്ചാൽ ഹനുമാൻ ഒരിക്കലും പറയില്ല അഹം ബ്രഹ്മാസ്മി. ആരാത്? ദാസോസ്മി കൗസലേന്ദ്രസ്യ രാമസ്യ. അതാണ് ഹനുമാന്റെ ആത്യന്തികമായ അവസ്ഥ. ജീവേര സ്വരൂപ കൃഷ്ണേര നിത്യദാസ. ശുദ്ധഭക്തന്മാർക്ക് ഭഗവാൻ അല്ലാണ്ട് ഒരു അനുഭവമില്ല. അവർക്ക് ഭഗവാൻ അല്ലാണ്ട് മറ്റൊന്നും അറിയുകയും വേണ്ട. 7-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയും, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവ സകലവിധി സമഹാത്മാസു ദുർലഭ. വളരെയധികം ജന്മങ്ങൾക്ക് ശേഷമാണ് ജ്ഞാനി ഭഗവാനെ പ്രാപിക്കുന്നത്. പക്ഷെ ശുദ്ധഭക്തന്മാരുടെ കാര്യത്തിൽ അപ്രകാരമല്ല. ആ ക്ഷണം തന്നെ അവർ ആരെ പ്രാപിക്കും? ഉത്തമ ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ഭഗവത് പ്രാപ്തിക്ക്. കാരണം അവർക്ക് ഭഗവത് പ്രാപ്തി എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം ഭഗവാൻ അവരോട് കൂടിയിട്ടാണ്. ആരോട് കൂടിയിട്ട്? ശുദ്ധഭക്തന്മാരോട് കൂടിയിട്ട്. അതുകൊണ്ട് ആ ഉത്തമ ഭക്തിയെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അന്യാഭിലഷിതാശൂന്യം ജ്ഞാനകർമാദ്യനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. അതാണ് ആത്യന്തികമായ പ്രാപ്യസ്ഥാനം അല്ലെങ്കിൽ ലക്ഷ്യം എന്നുറപ്പിച്ച് അതിനു വേണ്ടിയിട്ട് ജീവിതത്തെ കൊണ്ട് പരിശ്രമിക്കുക. രാധേ രാധേ.